ഹായ് ഹലോ വെൽക്കം ഓൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ടൈം ലൈനിൽ നമ്മളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ആവാം, അല്ലെങ്കിൽ വീഡിയോ ആവാം, എന്തെങ്കിലും നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. നോർമലി രണ്ട് രീതിയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് പേജിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഹോമിൽ തന്നെ പോയി കഴിഞ്ഞാൽ നേരെ തൊട്ട് താഴത്ത് ഫോട്ടോ ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതല്ലാണ്ട് നമുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലും നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റോ വീഡിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തെ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ മാത്രം നമ്മളുടെ പോസ്റ്റോ വീഡിയോ ഷെയർ ചെയ്യാനുള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ആൻഡ് വീഡിയോ അല്ലെങ്കിൽ റീല് എന്താണോ അത് ക്ലിക്ക് ചെയ്യുക. ലൈവ് ആണെങ്കിൽ ലൈവായിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു പോസ്റ്റ് ആണ് സെലക്ട് ചെയ്തത്, ഇമേജ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇതാണ് പോസ്റ്റ് കേട്ടോ. അപ്പൊ ജസ്റ്റ് വേണ്ട ടെക്സ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. നമുക്കിവിടെ എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, ഓക്കെ, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഞാൻ എന്താണെന്നൊന്നും ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ്. അപ്പോൾ നോർമലി എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മൊബൈൽ നമ്പറോ അഡ്രസ്സോ സർവീസോ കണ്ടന്റോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റായി, ഇമേജായി. ഇമേജിന് ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ആഡ് യുവർ പോസ്റ്റിന്റെ തൊട്ട് നേരെ ലൊക്കേഷൻ, ഇമേജ്, വീഡിയോ, പിന്നെ ഫീലിങ്സ്, ആക്ടിവിറ്റി ഇങ്ങനെ കാണുന്നുണ്ട്. ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പ് ബട്ടൺ കണക്ട് ചെയ്യാം, മെസ്സേജ് കണക്ട് ചെയ്യാം, കോൾസ് കണക്ട് ചെയ്യാം. നമ്മുടെ ഒരു പോസ്റ്റ് ആരെങ്കിലും കണ്ടിട്ട് നമ്മളൊന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിരിക്കണം. ഇപ്പം ഇപ്പൊ ഇവിടെ നമ്മൾ വാട്സപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ വാട്സപ്പ് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിന് താഴെ ഇതുപോലെ വാട്സപ്പ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിന് പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ഇടുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഫേസ്ബുക്കിൽ മാത്രമേ ഇത് ലൈവ് ആവുള്ളൂ, ഷെയർ ആവുള്ളൂ. പക്ഷെ നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മെറ്റാ സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒരുമിച്ച് തന്നെ വീഡിയോയും പോസ്റ്റും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടില്ലേ. ഇവിടെ താഴെ നോക്കിയ ഷെഡ്യൂൾ പോസ്റ്റ് ഫ്രം മെറ്റാ ബിസിനസ് സ്യൂട്ട്. അപ്പൊ നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല നമുക്കിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഒരു കസിന്റെ വെഡിങ് വരുന്നത്, ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ദിവസത്തെ പോസ്റ്റ് നമുക്ക് 2 ദിവസം മുന്നേ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ നമുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷെഡ്യൂളിങ് ചെയ്യുന്നതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ടൈം ലൈൻ ഫോട്ടോ ഫേസ്ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് പോസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോ വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ ചാറ്റ് GPT അല്ലെങ്കിൽ കോപൈലറ്റ് പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചാറ്റ് GPT പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കും, പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻസ് വിത്ത് ക്യാപ്ഷൻ, ഹാഷ്ടാഗ്, പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് അതിന് ഫോർമാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇന്ന് AI വന്നുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ചാറ്റ് GPTയോ ജെമിനിയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ആഡ് കോപ്പി ഫേസ്ബുക്ക് പോസ്റ്റിന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്കിന് ആഡ് കോപ്പി വേണമെന്നോ ഡിസ്ക്രിപ്ഷൻ വേണമെന്നോ പറഞ്ഞാൽ അത് തരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ കറക്റ്റ് ചെയ്യാം. ദെൻ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെങ്കിൽ നമുക്ക് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് പബ്ലിക് തന്നെ മതി. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് വേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തംബ്നെയിലൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും, എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ പോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് എന്ത് ചെയ്യും, ഇതുപോലെ ഇപ്പൊ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ 1-2 പോസ്റ്റ് ഒക്കെ ഇരിക്കുന്നത്, അതുപോലെ എന്ത് ചെയ്യും, ഈ ഒരു പോസ്റ്റും
ആപ്പില് ലൈവ് ആയിക്കോളും, ഷെയർ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് സിംപ്ലി നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പേജിൽ പോസ്റ്റോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈലിൽ നിന്നോ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. വാട്സപ്പ് ബട്ടണോ കോൾ ബട്ടണോ മെസ്സഞ്ചർ ബട്ടണോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ലൊക്കേഷൻ ഓൾസോ കൊടുക്കാം. ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാം, ചെക്ക് ഇൻ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് എന്ത് ചെയ്യും, അപ്ലോഡ് ആവും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലൂടെ ഇടാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ ഉള്ളൊരു ഡ്രോബാക്ക്. അപ്പൊ എനിവേ ഈ ഒരു വീഡിയോ ലെസൺ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ഉടനെ കാണുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക, കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആവുന്ന തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.